ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത്, മിദ്യാന്യരാൽ തോൽവി സഹിക്കുന്ന സമയത്ത് 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ആ സമയത്ത് ദൈവം ഗിദെയോനെ വിളിച്ച് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലയോ പരാക്രമശാലിയെ. ഹിന്ദിയിൽ വളരെ രസകരമായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശൂർവീർ ശുർമ. പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. എന്താണ് ഗിദെയോൻ്റെ പശ്ചാത്തലം? പരാക്രമശാലിയെ എന്ന് വിളിക്കുവാൻ തക്ക കാര്യങ്ങളാണോ ഗിദെയോൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, 11-ാമത്തെ വാക്യത്തിൽ അവൻ്റെ മകനായ ഗിദെയോൻ യോവാശിൻ്റെ കരുവേലകത്തിന് അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ഗോതമ്പ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട്, ഗിദെയോനോട് ദൈവം എന്താണ് പറയുന്നത്? അല്ലയോ പേടിച്ചിരിക്കുന്ന ഗിദെയോനെ എന്നല്ല വിളിച്ചത്, ഭയപ്പെട്ടിരിക്കുന്ന, എതിരാളികളെ ഭയന്ന് എങ്ങനെയെങ്കിലും സർവൈവൽ മതി, ജീവിച്ചിരുന്നാൽ മതി എന്നൊരാഗ്രഹത്തിൽ ഇരിക്കുന്ന ഗിദെയോനെ ദൈവം വിളിക്കുന്നത്: അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഗിദെയോനെ പരാക്രമശാലിയെ എന്ന് വിളിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഗിദെയോൻ കണ്ടത് ഇന്നലകളിലെ മുറിവുകളെയാണ്. എന്നാൽ ദൈവം ഗിദെയോനിൽ കണ്ടത് നാളത്തെ സൗഖ്യത്തെയാണ്. ഗിദെയോൻ പുറകോട്ട് നോക്കിയാൽ താൻ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ: ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? നിരാശയുടെ അടിത്തട്ടിലായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗിദെയോൻ. He is just thinking about his survivorship. He is just thinking about survival. എങ്ങനെയെങ്കിലും മരിക്കാതെ ജീവിക്കണം, അതിനുള്ള മാർഗം എന്താണ് എന്ന് ചിന്തിക്കുന്ന ഗിദെയോനെ ദൈവം അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കാനുള്ള കാരണം ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇന്നലകളിലെ തോൽവികളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇന്നലെ നമുക്കുണ്ടായ മുറിവുകളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എന്തിനാ ദൈവം ഗിദെയോനെ പരാക്രമശാലിയെ എന്ന് വിളിച്ചത്? ദൈവം കണ്ടത് ഇന്നലെ ഗിദെയോനുണ്ടായ മുറിവുകളല്ല, നാളെ ഗിദെയോനുണ്ടാകുന്ന സൗഖ്യത്തെയാണ് ദൈവം കാണുന്നത്. ഗിദെയോൻ കാണുന്നത് തൻ്റെ ബലഹീനതയെയാണ്. ദൈവം കാണുന്നത് ഗിദെയോന്റെ ബലഹീനതയെ അല്ല, ദൈവം കാണുന്നത് ഗിദെയോനിൽ ദൈവത്തിലൂടെയുള്ള ശക്തിയെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനത കണ്ട് ഡിപ്രഷനിലായി, തോൽവി കണ്ട്, മരണം കണ്ട്, പരാജയം കണ്ട് താഴോട്ട് പോകുന്നത് കണ്ടിരിക്കുമ്പോൾ ദൈവം കാണുന്നത് നമ്മളിലുള്ള ദൈവിക ശക്തിയെയാണ്. ദൈവം കാണുന്നത് നമ്മളിലുള്ള പൊട്ടൻഷ്യലിനെയാണ്.
നമ്മളിലുള്ള പൊട്ടൻഷ്യലിനെ, കഴിവിനെ, ശക്തിയെ നമ്മൾ കാണണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തെ കാണുക എന്നുള്ള. ദൈവത്തെ കണ്ട ഒരു മനുഷ്യന് പരാജയപ്പെട്ടിരിക്കാൻ കഴിയത്തില്ല. ഗിദെയോൻ ബലഹീനത കണ്ടു, ദൈവം ശക്തിയെ കണ്ടു. ഗിദെയോൻ ഉപേക്ഷിക്കപ്പെട്ടത് കണ്ടു. ഗിദെയോൻ ചോദിക്കുന്നു, ദൈവം ഞങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ദൈവം കാണുന്നത് ഉപയോഗപ്പെടുന്ന ഗിദെയോനെയാണ്. ലോകം നമ്മളെ ഉപേക്ഷിച്ചത് നമ്മൾ ചിലപ്പോൾ കാണും. ഡോക്ടറെ നമ്മളെ ഉപേക്ഷിച്ചത് നമ്മൾ കാണും. നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കള് ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചെന്ന് വരാം. നമ്മളെ സ്വീകരിക്കേണ്ടിയവര് ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചെന്ന് വരാം. നമ്മളെ ഉപേക്ഷിച്ചതെല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ കരങ്ങളിൽ ഒരായുധമാകാൻ കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. യിശ്ശായിയുടെ മകനായ ദാവീദ് സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, പ്രവാചകനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ. ഏലിയാവിനെയും അബിനാദാബിനെയും ഒക്കെ കണ്ടപ്പോൾ പ്രവാചകൻ പോലും, ശമൂവേൽ പ്രവാചകൻ പോലും വിചാരിച്ചു പോയി, ഇവനാണ് ഇസ്രായേലിൽ രാജാവാകാൻ കൊള്ളാവുന്നവൻ. പിതാവിൻ്റെ എണ്ണത്തിൽ ദാവീദ് ഉൾപ്പെട്ടിരുന്നില്ല. സഹോദരന്മാരുടെ എണ്ണത്തിൽ ദാവീദ് ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ചോദിച്ചതാ, നീ പട കാണാൻ വന്നിരിക്കുക ഇല്ലേ? ആ ആടുള്ളതിനെ എവിടെ വിട്ടിട്ടാ നീ വന്നേക്കുന്നത്? അവരുടെ ചോദ്യം കണ്ടാതൊന്നും ഇവർ ജയിച്ചു നിൽക്കുകയാണ്, ഇവര് തോറ്റു നിൽക്കുക. എന്നാലും ദാവീദിനെ കൂട്ടാക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല. എല്ലാവരാലും, ശൗലാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, രാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, പിതാവും സഹോദരന്മാരും പ്രവാചകനും രാജാവും സകലരും ഉപേക്ഷിച്ചിട്ടും ദാവീദിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയും. ഗിദെയോൻ ഉപേക്ഷിക്കപ്പെട്ടവനെ കാണുമ്പോൾ ദൈവം അവനിൽ കാണുന്നത് ഉപയോഗമുള്ളവനെയാ. ഗിദെയോൻ തന്നെ മാത്രമാണ് കണ്ടത്. അവനെന്താ ചെയ്തത്? അവന്റെ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഗിദെയോൻ തന്നെ മാത്രം കണ്ടു. ദൈവം ഗിദെയോനോട് കൂടെയുള്ള ദൈവത്തെ കണ്ടു. നമ്മൾ പലപ്പോഴും നമ്മളെ മാത്രമാണ് കാണുന്നേ. നമ്മളെ മാത്രമാണ് കാണുന്നതെങ്കിൽ ശരിയാ, നമ്മൾ ബലഹീനരാ, നമ്മൾക്ക് സാധ്യമല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളോട് കൂടെയുള്ള ദൈവത്തെ കാണണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, അവൻ തന്നെ മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുക, അവൻ തന്നെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ ശ്രമിക്കുക. ദൈവത്താൽ അല്ലാതെ ഇത് സാധ്യമല്ല. ഇന്നത്തെ സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം സെൽഫ് ഡിപ്പെൻഡൻസി, മനുഷ്യരെ സെൽഫ് ഡിപ്പെൻഡന്റ് ആക്കുക. ഗിദെയോൻ തന്നെ മാത്രം കണ്ടപ്പോൾ ദൈവം ഗിദെയോനെ പരാക്രമശാലിയെ എന്ന് വിളിക്കാനുള്ള കാരണം, ദൈവം ഗിദെയോനോട് കൂടെ ദൈവത്തെ കണ്ടു. ഗിദെയോൻ ശത്രുവിന്റെ ബലത്തെ കണ്ടു, ദൈവം ശത്രുവിന്റെ നാശം കണ്ടു. നമ്മൾ ശത്രുവിന്റെ ബലത്തെ കാണുമ്പോൾ ദൈവം ശത്രുവിന്റെ നാശത്തെ കാണുന്നു. ഗിദെയോൻ മരണം കണ്ടു, ദൈവം ജീവൻ കണ്ടു. നമ്മൾ മരണം കാണുമ്പോൾ ദൈവം ജീവൻ കാണുന്നു. ഗിദെയോൻ തണുത്തിരിക്കുന്നു, ദൈവം അവനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ദൈവം അവനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വാക്കാ, അല്ലയോ പരാക്രമശാലിയെ,
അത് ഗിദെയോനൊരു ഷോക്കായിരുന്നു. പേടിച്ച് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് പറയാ, പരാക്രമശാലിയെ ശൂർവീർ ശുർമ. അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു, ഷോക്ക് ട്രീറ്റ്മെന്റ്. സയൻസിലൊരു ടെക്നിക്കുണ്ട്, ക്ലോണിങ് ടെക്നോളജി. ക്ലോണിങ്, ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടി വളരെ പ്രസിദ്ധമായത് അങ്ങനെയാണ്. ഈ ക്ലോണിങ് ടെക്നോളജിയിലൂടെ ഒരു സെല്ലിൽ നിന്ന് വേറൊരു ആട്ടിൻകുട്ടിയെ ഉണ്ടാക്കി. അതാണ് ക്ലോണിങ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ആ ഒരു ഇടി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ തന്നെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ദൈവം ഗിദെയോന് കൊടുത്തത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. സോ ദാറ്റ് ഹി വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. അവൻ വളരാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവം നമ്മളെ എന്താ വിളിക്കുന്നേ? അയ്യോ ഭയപ്പെട്ടിരിക്കുന്ന, അയ്യോ കഴിവുകളില്ലാത്ത, നിരാശപ്പെടാൻ മാത്രം കാരണമുള്ള മനുഷ്യ എന്നാണോ? ദൈവം നമ്മളെ വിളിക്കുന്നത് പരാക്രമശാലി. എന്താ കാരണം? നമ്മൾ തനിയെ അല്ല, ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ എന്താ വിളിക്കുന്നേ? നമ്മൾ പലപ്പോഴും നമ്മളെ ഇങ്ങനെയൊക്കെയാ വിളിക്കുന്നത്. ഓ നിരാശ. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകളാ? കഴിവില്ല, നിരാശ, സാധിക്കത്തില്ല, ജയിക്കത്തില്ല. എന്നാൽ ദൈവം നമ്മളെ വിളിക്കുന്ന വാക്ക്, പേര് നമ്മൾക്ക് ചിന്തിക്കാൻ, നമുക്ക് സാഹചര്യങ്ങളുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ സാധിപ്പിക്കുന്നവനാണ് ഈ ദൈവം. അതിലെ ക്ലോസ് എന്താ? ക്ലോസ് ഇതാ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകണം. അതാ പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഈ ബലത്തോടെ പോകാൻ, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദൈവം എന്താ പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഹൂ ഐ ആം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ കാണുന്ന പർവ്വതവുമായിട്ടോ, ഈ മരുഭൂമിയുമായിട്ടോ, നീ കടന്നു വന്ന മഹാസമുദ്രവുമായിട്ടോ, ഈ നദിയുമായിട്ടോ, ചെങ്കടലുമായിട്ടോ ഒന്നും എന്നെ താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. മോശെ ആദ്യം കാണുമ്പോൾ ദൈവം വിളിക്കുന്നത്, ദൈവത്തിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്, ദൈവത്തെ പറ്റി പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. കാരണം എന്താ? എന്നെ പോലെ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മളെയാ കാണുന്നേ, നമ്മുടെ ബലത്തെയാ കാണുന്നേ. നമ്മൾ തന്നെ പൊരുതുകയാ, നമ്മൾ ക്ഷീണിക്കുക. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തെ കാണുക. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മളുടെ കോൺഫിഡൻസ് ലെവല് അത് ഉയരും. നമുക്ക് മനസ്സിലാകും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് സാധിക്കും. ഒന്നാമത് സംഭവിക്കും. രണ്ടാമത് സംഭവിക്കുന്നത്, നമ്മൾ വളരെ താഴ്മയുള്ളവരാകും. ദൈവത്തെ കണ്ടില്ലെങ്കിൽ സംഭവിക്കുന്ന രണ്ട് അപകടങ്ങൾ. ഒന്ന്, കോൺഫിഡൻസ് ഇല്ല, സാധിക്കത്തില്ലെന്നുള്ള ചിന്ത. രണ്ട്, മനുഷ്യൻ ദൈവത്തെ കണ്ടില്ലെങ്കിൽ അവൻ അഹങ്കാരിയാകും. ഏറ്റവും പഴയ പാപമാണ് ഏറ്റവും വലിയ പാപം. അതുതന്നെയാണ് ഏറ്റവും സാർവത്രികമായ പാപം. മനുഷ്യന്റെ അഹങ്കാരം. പണമുള്ളവന് പണത്തിൽ അഹങ്കാരം, വീടുള്ളവന് വീടിൽ അഹങ്കാരം, വീടില്ലാത്തവൻ താമസമില്ലെങ്കിലും താമസിക്കാനല്ലെങ്കിലും ഒരു വലിയ വീട് വെച്ച് നാട്ടുകാരെ കാണിക്കാനുള്ള താല്പര്യം. എന്തിനാ സ്നേഹിതാത്? താമസിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ? അച്ചായനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അച്ചായൻ്റെ ആഗ്രഹമല്ല, നമ്മുടെ ആഗ്രഹം. നമ്മൾ പലതും മേടിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനാണോ അതോ അയൽക്കാരൻ? നമ്മുടെ ആവശ്യത്തെ നിർണയിക്കുന്നത് നമ്മളാണോ? നമ്മുടെ ആവശ്യമാണോ? അയൽക്കാരനാണോ? നമ്മുടെ പല ആവശ്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ആവശ്യമല്ല, മറിച്ച് നമ്മുടെ അയൽക്കാരനാണ്. ദൈവത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, എനിക്ക് കഴിയാത്തത് ദൈവത്താൽ എനിക്ക് കഴിയും. And then we will start depending on this God.
നമ്മൾ ഒരു കാര്യം കൂടെ പറയും, ദൈവത്താൽ അല്ലാതെ എനിക്കൊന്നും കഴിയത്തില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവമില്ലാതെ ചെയ്യുന്നതിൻ്റെ എല്ലാം ആകത്തുക ഒരു ബിഗ് സീറോയാ. ദൈവമില്ലാതെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ആകത്തുക ഒരു ബിഗ് സീറോയാണ്. ദുഃഖകരമായ കാര്യം, ധാരാളം ആളുകളും ദൈവമില്ലാതെ, ദൈവത്താൽ അല്ലാതെ അവർ തങ്ങളെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ദൈവത്താൽ, ദൈവത്തോടുകൂടെ, ദൈവത്തിൽ. ഗിദെയോനോട് ദൈവം പറയുന്നു, പരാക്രമശാലിയേ. ഹല്ലേലൂയ. നമ്മൾ എത്ര ചെറിയവരായിരുന്നാലും, ലോകത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ എത്ര ചെറിയവരായിരുന്നാലും, നമ്മുടെ കണ്ണുകളിൽ നമ്മൾ എത്ര ചെറിയവരായിരുന്നാലും ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്, പരാക്രമശാലി, മാൻ ഓഫ് വാലർ. പിന്നെ നമ്മൾ സാധാരണക്കാരനല്ല. ഒരു ദൈവദാസൻ പറഞ്ഞു, ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല. ഈ വാക്ക് കേട്ടപ്പോഴാണ് D.L. മൂഡി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ മനുഷ്യനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ D.L. മൂഡിയെ പ്രചോദിപ്പിച്ച വാക്കിതാണ്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല. എന്താ സംഭവിക്കുന്നത്? എല്ലാവരും തനിയെ ശ്രമിക്കുക. എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും, എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും. അയ്യോ, ഈ ദൈവത്തെ നമ്മളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് 350 ബില്യൺ നക്ഷത്ര സമൂഹങ്ങളെ ഉണ്ടാക്കിയ ദൈവം. ടോളമി നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്തിട്ട് 1500 താഴെ ഒരു സംഖ്യ പറഞ്ഞേ. ടോളമി അദ്ദേഹം പേരുകേട്ട ശാസ്ത്രജ്ഞനായി. ഇന്ന് കണക്കനുസരിച്ച് 350 ബില്യൺ നക്ഷത്ര സമൂഹങ്ങളോ മറ്റുവാ. ഞാനൊരു മനുഷ്യൻ്റെ, ഒരു അസ്ട്രോണമി സയൻറ്റിസ്റ്റിൻ്റെ ടെസ്റ്റിമണി കേൾക്കുകയായിരുന്നു. He was an agnostic. He never believed in God. അദ്ദേഹം ഒരിക്കലും യേശുവിൽ, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ അത് he was a genius. At the age of 8 or so he started ഫിസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. 17 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റായി, അസ്ട്രോണമി സയൻറ്റിസ്റ്റ്. അദ്ദേഹം നക്ഷത്രങ്ങളെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവമില്ലെങ്കിൽ ഈ നക്ഷത്ര സമൂഹങ്ങളുടെ എക്സിസ്റ്റൻസ് ഇമ്പോസിബിളാ, ഇത് നടക്കത്തില്ല. അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു, ദൈവം ഉണ്ട്. പിന്നെ അദ്ദേഹം മതഗ്രന്ഥങ്ങൾ നോക്കാൻ തുടങ്ങി. മതഗ്രന്ഥങ്ങൾ അദ്ദേഹം ഖുർആൻ പഠിച്ചു, ഹിന്ദു ബുക്സൊക്കെ പഠിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ദൈവം ഇതിലൊന്നും എഴുതിയിരിക്കുന്ന ദൈവമല്ല. പിന്നെ അദ്ദേഹം ടെസ്റ്റിമണി പറയുന്നത് ഇങ്ങനെ, ഞാൻ ഒരു ക്രിസ്തീയ രാജ്യത്തിൽ ജനിച്ചതാ, വാൻകൂവറിൽ ജനിച്ചതാ. അദ്ദേഹം 27ാമത്തെ വയസ്സിൽ വരെ എനിക്കൊരു ക്രിസ്ത്യാനിയെ പോലും അറിയത്തില്ലായിരുന്നു. കാനഡ ക്രിസ്തീയ രാജ്യമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 5% ആളുകളെ ഉള്ളൂ അവിടെ ചർച്ചിൽ പോകുന്നത്. ഇംഗ്ലണ്ട് ക്രിസ്തീയ രാജ്യമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 2% ആളുകളെ ഉള്ളൂ അവിടെ ചർച്ചിൽ പോകുന്നത്. 27 വയസ്സ് വരെ ആരും ഈ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞില്ല. നമ്മളൊരു 10,000 തവണ കേട്ട സുവിശേഷം നമ്മൾ അവസാനമായിട്ട് ആരോടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ 1000 തവണ കേട്ട സുവിശേഷം, ഈ വചനം നമ്മൾ അവസാനമായിട്ട് ആരോടാണ് എന്നാണ് പറഞ്ഞത്? വി ആർ പ്ലേയിങ് സേഫ്. നമ്മൾ വളരെ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആത്മീയതയാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയെ കണ്ടത്. 30 മീറ്റർ അകലെ ഞങ്ങളുടെ ടീച്ചറുടെ ടേബിളിൽ കൊണ്ടൊരാൾ ഒരു പെട്ടി വെച്ചിട്ട് പറഞ്ഞു,
ഈ ഈ ഈ പെട്ടിക്കകത്തുള്ള ബുക്ക് നിങ്ങൾക്ക് വേണേൽ എടുക്കാം. അത് ഗിദെയോൻസിൻ്റെ ബൈബിളായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, അവനും എടുത്തു ചെറുപ്പത്തിൽ. അതുകൊണ്ട് ലൈബ്രറി വെച്ചിരുന്നു. അവൻ്റെ ഷെൽഫിൽ വെച്ച് ഒരിക്കലും തുറന്നു നോക്കിയില്ല. അവസാനം തുറന്നു നോക്കി, ഈ ബാക്കി പുസ്തകങ്ങളിലൊന്നും ഈ ദൈവത്തെ കാണാഞ്ഞപ്പം ഇനിയും ക്രിസ്ത്യാനികളുടെ പുസ്തകം ഒന്ന് നോക്കാമെന്നും കണ്ട് അതെടുത്ത് നോക്കി. ഒന്നാമത്തെ വാക്യം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. അദ്ദേഹം പുസ്തകം അടച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൃഷ്ടിതാവായ ദൈവത്തെ കിട്ടി. In the beginning God created the heavens and the earth. ടൈമും സ്പേസും മാറ്ററും എല്ലാം ഉൾപ്പെട്ട ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തനിക്ക് മനസ്സിലായി, ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാണ് സത്യദൈവം. അവൻ ലോകത്തോടെ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ദൈവമുണ്ട്, ആ ദൈവം യേശുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആ ദൈവത്തെ അറിയുവാനും സ്വീകരിക്കുവാനും പിൻപറ്റുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം എത്രയോ വലുതാണ്. ഈ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇംപോസിബിൾ. പരാക്രമശാലിയെ ഗിദെയോനെ, നീ തോറ്റുപോകേണ്ടവനല്ല, നീ ജയിക്കേണ്ടവനാണ്. നമ്മൾ പരാജയം കാണുമ്പോൾ ദൈവം വിജയമാണ് കാണുന്നത്. ആ വിജയത്തിൻ്റെ രഹസ്യം എന്താ? എങ്ങനെയാ വിജയിക്കുന്നത്? ആ വാക്ക് കേട്ടതുകൊണ്ട് മാത്രമായില്ല. പരാക്രമശാലിയെ എന്നുള്ള ആ വിളി കേട്ടതുകൊണ്ട് മാത്രമായില്ല. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക. വിജയിക്കണമെങ്കിൽ പോകുവാൻ തയ്യാറാകണം. വിജയത്തിന്റെ രഹസ്യം പോക, നിന്റെ ഈ ബലത്തോടെ പോക. നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. വിജയത്തിന്റെ രഹസ്യം, ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം, പോകുവാൻ തയ്യാറാകുക. പോകുവാൻ തയ്യാറാകുക. പോകുക എന്നുള്ളത് ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം അല്പം ഗോതമ്പൊക്കെ റെഡിയാക്കി അത്യാവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ ജീവിച്ചു മരിക്കാനല്ല ഗിദെയോനെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഗിദെയോനെപ്പറ്റി ദൈവം അതല്ലേ ആഗ്രഹിക്കുന്നത്. ഗിദെയോനെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഹി ഷുഡ് ലീഡ് പീപ്പിൾ ഇൻ ടു വിക്ടറി. ജനത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമാണ് ഗിദെയോനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ച് ലോകത്തിൽ നിന്നും കടന്നു പോകുവാനല്ല, മറിച്ച് ജയാളിയായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, അനേകരെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം. എനിക്ക് കഴിയത്തില്ല, ഞാൻ തോറ്റവനാണ്, ഞാൻ പരാജയപ്പെട്ടവനാണ്, എനിക്ക് ശക്തിയില്ല എന്ന് ചിന്തിച്ച് ഗിദെയോനോട് ദൈവം പറയുകയാണ്, നീ ബലത്തോടെ പോക. നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് പോകുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നിങ്ങളെ ക്ഷയിപ്പിച്ചിരിക്കുന്ന മിദ്യാന്യരെ ജയിക്കുവാൻ കഴിയും. The secret of success is going, following the word of God. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പോകുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യം. ഗിദെയോൻ എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ദൈവം ഗിദെയോനെ വിളിച്ചിരിക്കുന്നത് ഒരു വലിയ ജയത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണ, ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയല്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഭയം, മജോറിറ്റി ഓഫ് us, നമ്മളിൽ അധികം പേരും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള മിനിമം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അവിടെ എത്തുക.
എന്നാൽ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഈ ബലത്തോടെ പോകാം. എ കോളിംഗ് ഫോർ മിഷൻ. ഒരു മിഷനാണ് ഗിദെയോനെ ദൈവം ഏൽപ്പിക്കുന്നത്. ഒരു സർവൈവലിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഗിദെയോന് ദൈവം ഒരു മിഷൻ ഏൽപ്പിക്കുക. നീ നിന്റെ കാര്യം മാത്രം നടത്തേണ്ടവനല്ല, നീ ഇസ്രായേലിനെ വിടുവിക്കേണ്ടവനാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, നിനക്കത് ചെയ്യുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഒരു ഉയർന്ന വിളി ദൈവം നമുക്ക് തരികയാണ്. ഈ ബലത്തോടെ പോകുക. ഇറ്റ് ഈസ് എ കമ്മീഷനിങ്. God is commissioning him to go. നിന്റെ ബലത്തിലല്ല, ദൈവത്തിൻ്റെ ബലത്തിൽ. 12-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ രോഗമൊക്കെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. ഡിപ്രഷൻ്റെ പ്രശ്നം, ആസ്മയുടെ അസുഖം ഒക്കെ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ കൃപയാൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകി. പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റിയിൽ റാങ്കോടുകൂടെ പാസ്സാകാൻ കർത്താവ് സഹായിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റിൽ ഞാൻ അധ്യാപകനായിരുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വിളി എനിക്ക് ലഭിച്ചത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാനുള്ള വിളി. ഞാൻ ഒരു രാജകൊട്ടാരത്തിൽ വിദേശത്ത് ജോലി ചെയ്തു. അവിടെ നിന്ന് കർത്താവ് 16 വർഷം മുൻപ് ബീഹാറിലേക്ക് പോകുവാൻ നിയോഗം തന്നു. ബീഹാറിൽ കഴിഞ്ഞ 16 വർഷമായിരിക്കാനുള്ള ഒരേ ഒരു കാരണം, അവിടുത്തെ 45,000 ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയാത്ത 10 കോടി ആളുകളുണ്ട്. ഒരിക്കൽ പോലും അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബലത്തിലായിരുന്നെങ്കിൽ എന്നെ ബീഹാർ വിട്ടുപോകേണ്ടി വരുമായിരുന്നു. എന്നാൽ ഈ വർഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ബലത്തോടുകൂടെ പോയാൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ബലഹീനരെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും എന്ന് കാണുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ 10 വർഷം മുൻപ് പൂർണിയയിൽ സുവിശേഷവുമായിട്ട് ഒന്നാമത് പോകുമ്പോൾ, പൂർണിയ ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്നു. അവരെ ഞങ്ങളെ പിടിക്കുമ്പോൾ ചോദിച്ച ചോദ്യം, ജഹാ ഹം നഹി ആത്തെ വഹാ പർ തും ലോഗ് കൈസാ ആയ. ഞങ്ങൾ വരാത്ത സ്ഥലത്ത് നിങ്ങളെങ്ങനെയാണ് വന്നത്? ഞങ്ങൾ മനസ്സിൽ പറഞ്ഞു, ഇതാ സുവിശേഷത്തിൻ്റെ ശക്തി, ഇതാ ദൈവത്തിൻ്റെ വിളി. ഞാനാണ് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാത്ത ഒരാളായിരുന്നു. പക്ഷെ ദൈവം ഞങ്ങളെ ബീഹാറിൽ പൂർണിയയിൽ റോഡില്ലാത്ത, ടോയ്ലറ്റുകളില്ലാത്ത, താമസിക്കാനൊരു വീടില്ലാത്ത ഗ്രാമങ്ങളിലെത്തിച്ചു. അന്ന് ഞങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടാൻ പറ്റാത്ത കേസിൽ ഞങ്ങൾ കൊടുക്കും, നിങ്ങൾ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടു സഹോദരന്മാരുണ്ട്. അപ്പം ഞാൻ മിണ്ടാതിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്നാ മനസ്സിൽ. എൻ്റെ കൂട്ടു സഹോദരന്മാർ പറഞ്ഞു, പോലീസ് ഇൻസ്പെക്ടർ എപ്പോഴൊക്കെ പറയുമോ, BJP-ക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, പോലീസ് ഇൻസ്പെക്ടർ എപ്പോഴൊക്കെ പറയുമോ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റാത്ത പ്രസന്തി കൊടുക്കും, കേസിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ, അപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ പറയും, നിങ്ങൾ എത്ര കുടുക്കിയാലും ഞങ്ങളെ വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഇതേ പണി തന്നെ ചെയ്യും. അന്നവിടെ 5 കൂട്ടായ്മകളുണ്ട്, ഭവനസഭകൾ, 5 ഭവനസഭകൾ. ഇന്ന് 200-ൽ അധികം ഭവനസഭകൾ. ഈ ബലത്തോടുകൂടെ പോകാം, ഈ ബലത്തോടുകൂടെ പോകാം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമുക്ക് വേണ്ടി മാത്രം അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം തരം താഴരുത്. നിങ്ങളുടെ ഭാരതത്തിൽ 6.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. 5 ലക്ഷം ഗ്രാമങ്ങളിലും ഇന്നുവരെ സുവിശേഷം എത്തിയിട്ടില്ല.
നമുക്കൊക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, ക്ലോണിങ്ങിൻ്റെ ടെക്നോളജി പോലെ. എന്തിനാ ഗിദെയോനെ വിളിച്ചത് ശൂർവീർ ശുർമ, പരാക്രമശാലി എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം ഒരു വഴക്ക. നീ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ടവനല്ലടാ, നീ എങ്ങനെയെങ്കിലും ഗോതമ്പും കഴിച്ച് ചപ്പാത്തിയും കഴിച്ച് ജീവിച്ച് മരിക്കേണ്ടവനല്ല. നീ നിന്നെ പറ്റി മാത്രം ചിന്തിക്കുമ്പം എനിക്ക് നിന്നെ കൊണ്ട് നിനക്ക് അപ്പുറത്ത് ചെയ്യിക്കേണ്ട ചില പദ്ധതികളുണ്ട്. പ്രിയ ദൈവസഭയെ, ഞാനും നിങ്ങളും നമ്മളെ പറ്റി മാത്രം ചിന്തിക്കേണ്ടവരല്ല. നശിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തരികയാ. അതെടുക്കുന്നതിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു കൂട്ടരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവരുടെ പേരാണ് മലയാളി പെന്തക്കോസുകാർ. നിങ്ങൾ അവസാനമായിട്ടൊരു മിഷൻ ഫീൽഡിൽ പോയതെന്നാ? നമ്മൾ അവസാനമായിട്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്നാ? എന്നോട് ക്ഷമിക്കണം. നമ്മൾ ചോദിക്കോ, ചൂടില്ലാത്ത സമയം എപ്പോഴാണ് ബ്രദറെ? വേറെ തണുപ്പില്ലാത്ത സ്ഥലം. അപ്പം ഞങ്ങളുടെയൊക്കെ ത്വക്ക് പ്ലാസ്റ്റിക് ആണോ? ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും, നിങ്ങളിൽ ആരെ പോലും പഠിക്കാൻ ദൈവം കൃപ തന്നയാളാണ്. ഞാൻ റിസർച്ച് ചെയ്ത് നാഷണൽ അവാർഡ് മേടിച്ച. പണിയില്ലാത്തവരെയും പണിയുള്ളവരെയും ഒക്കെ കർത്താവിന് വേണം. പക്ഷെങ്കിൽ ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച സുവിശേഷകരാരാണെന്നറിയാമോ? അധ്വാനികത, മിടുക്കന്മാരാ. എന്തുകൊണ്ടാണ് സിറ്റി സ്റ്റഡിന്റെ പേര് നമ്മൾ കേൾക്കുന്നത്? സിറ്റി സ്റ്റഡ് 100 മുറിയുള്ള വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ വിളി കേട്ട് ആഫ്രിക്കയിലെ കുടിലെത്തിയ മനുഷ്യനാ. ഞാൻ ഓർക്കുകയായിരുന്നു, എന്നെ പോലെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ പേരിൽ കുടിലിൽ നിന്നും കൊട്ടാരത്തിലെത്തുമ്പോൾ, സിറ്റി സ്റ്റഡ് ദൈവത്തിൻ്റെ പേരിൽ കൊട്ടാരത്തിൽ നിന്നും കുടിലെത്തി. എന്താ നമ്മൾ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തുന്നത്? കൊട്ടാരത്തിൽ നിന്ന് കുടിലെത്തി ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നാ പ്രസംഗിച്ചേ. ഞാനൊരു പറഞ്ഞു, 10 വർഷം മുമ്പ് ഞാൻ ദോഹ വന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻവയോൺമെൻറ്റൽ സയൻസിലാണ് എൻ്റെ റിസർച്ച്. 10 വർഷം മുമ്പ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ കൂടുതലില്ലായിരുന്നു. 10 വർഷം കഴിഞ്ഞ് ഇന്നും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ കൂടുതലില്ല. 1 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടില്ല, ഒരു വീട് വെച്ചിട്ടില്ല. എൻ്റെ ഭാര്യ നബാർഡ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാങ്കിൽ മാനേജരായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, നമ്മൾ കോടികളുടെ വീട് വെക്കുമ്പോൾ നമുക്ക് നാണമില്ലേ? യേശുവിനെ പറ്റി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത 5 ലക്ഷം ഗ്രാമങ്ങൾ എൻ്റെ ഭാരതത്തിലുള്ളപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നൊരു സ്വാർത്ഥനായി പോകുന്നത് ആരുടെ കുഴപ്പമാ? നമ്മുടെ ഓരോ കുടുംബത്തിനും ഓരോ 10 ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ കഴിയാഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത് എനിക്ക് മതി, എനിക്ക് എൻ്റെ ഗോതമ്പെങ്കിലും കിട്ടിയാൽ മതി, ബാക്കി ആൾക്കാരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ, ബീഹാറിൽ ആൾ മരിച്ചാൽ എനിക്കെന്നാ? മറക്കരുത്, കുക്ക് സാഹിബ് പാശ്ചാത്യ ലോകം വിട്ടു വന്ന് ആ കുമ്പനാടും അതിൻ്റെ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ കാളവണ്ടിയിൽ നടന്നതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആത്മഭാരമില്ലാത്ത ജനം, ആത്മഭാരമില്ലാത്ത ദൈവമക്കൾ, തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ദൈവസഭകൾ. Self-centered Christianity is the biggest danger world is facing today. തങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, നശിച്ചു പോകുന്നവരെ പറ്റി ഒരു ചിന്തയുമില്ലാത്ത ദൈവസഭ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. എന്താണോ എന്നറിയാമോ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ നാട്ടിലെ സഭയിലെ മെമ്പറാണല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അടുത്ത തവണ ചെല്ലുമ്പോൾ ഒന്ന് നോക്കിക്കോ. വർഷത്തിൽ 10 പേര് അപ്പുറത്തെ സഭ പൊട്ടിച്ചിപ്പുറത്ത് വന്നവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നേ. 10 പേര് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന എത്ര സഭകളുണ്ട് മധ്യ തിരുവിതാംകൂറിൽ? 50 വർഷം കഴിയുമ്പോൾ ആ സഭകളെല്ലാം കാലിയാകാൻ പോവാ. ബ്രദറെ, ചുമ്മാ തമാശ പറയരുത്, എന്നോട് പറയരുത്. ഇംഗ്ലണ്ടിലെ സഭകൾ മുഴുവൻ കാലിയാകുക. എന്താ കാരണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി ചിന്തിക്കാത്തവരാ.
സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥ ക്രിസ്ത്യാനികള്. എന്തുകൊണ്ട് അമേരിക്കയിൽ ലെസ്ബിയൻസും ഒരിക്കൽ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് രാവിലെ ബൈബിള് പഠിപ്പിച്ച സ്കൂളുകളിൽ ഇന്ന് ബൈബിൾ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം ഇല്ലാത്ത വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവരാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിക്കുന്നത് പരാക്രമശാലിയെ എന്നാ. ലോകത്തിൽ ആരെ കാണിക്കാനാ പ്രിയമുള്ളവരെ? നമ്മുടെ ഗാഡ്ജറ്റ്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? ആരെ ഇന്ന് നമ്മൾ പാടിയല്ല, നമ്മുടെ പാട്ടുകളൊക്കെ എത്ര സുന്ദരമായ പാട്ടുകളാ. മനുഷ്യർ നിഴലുപോലെയുള്ളവരാ. നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിഴലുപോലാണെന്ന് തോന്നുമോ? നമ്മുടെ കാര്യങ്ങളുമൊക്കെ കണ്ടാൽ നമ്മൾ പറയും, കർത്താവേ ഇപ്പോഴൊന്നും വരണ്ട, ഞാനൊരു 200 വർഷത്തേക്കുള്ള അടിസ്ഥാനം ഇട്ടാ ഇതുണ്ടാക്കിയേക്കുന്നേ. ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു ചർച്ച് വെക്കണമെന്നുണ്ട്. എത്രയാ? ഒരു 10,000 രൂപയ്ക്ക് വെച്ചാലും സന്തോഷമാണ്. കർത്താവിന് കൊടുക്കുകയും വേണം, എൻ്റെ കയ്യിൽ നിന്നൊന്നും പോവുകയും ചെയ്യരുത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു അസുഖം മാറിയാൽ ഞാൻ എൻ്റെ വീട് മുഴുവൻ വീട് വിറ്റ തുക കർത്താവിന് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അസുഖം കർത്താവ് അങ്ങ് മാറ്റി. അപ്പോഴാണ് ഓർത്ത്, അയ്യോ ഇതെങ്ങനെയാണ് ഞാൻ കർത്താവിന് കൊടുക്കുന്നേ? അപ്പോഴാണ് പറഞ്ഞത് 10 കോടി രൂപയുടെ വീടാ. അപ്പോൾ പിന്നെ പുള്ളി മിടുക്കനായിരുന്നു. അപ്പോൾ പറഞ്ഞു, വീട് വിൽക്കാനുണ്ട് 1,00,000 രൂപ, പക്ഷെ വീട് മേടിച്ചാൽ പട്ടിയേയും കൂടെ മേടിക്കുന്നവർക്കേ വീട് കൊടുക്കത്തുള്ളൂ. 9,99,00,000 രൂപ പട്ടിയുടെ വില, 1,00,000 രൂപ വീടിൻ്റെ വില. വീട് വിറ്റു. കർത്താവെ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തല്ലോ. 1,00,000 രൂപയ്ക്ക് ഞാൻ വീട് വിട്ടത് കർത്താവിന്, പട്ടിയുടെ വില എനിക്കാ. എന്തോ മിടുക്കന്മാരാ നമ്മളൊക്കെ. ഹോ, ഒരു അച്ചായനോട് പറഞ്ഞു 1,00,000. അയ്യോ 1,00,000 രൂപയ്ക്ക് വീട് ഇത് വെക്കാൻ പറ്റത്തില്ലേ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നു, അച്ചായ നിങ്ങളുടെ പട്ടിക്കൂടിൻ്റെ വില, പട്ടിക്കൂടുണ്ടാക്കാൻ എത്ര രൂപയായിരുന്നു? ഓ, നമ്മൾ തോക്കുക കേട്ടോ, നമ്മൾ തോക്കുക. നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ പോകുന്നവരാകണം. എനിക്ക് 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ക്രിസ്തീയ ജീവിതം. അത് സർവൈവർഷിപ്പാ. സ്വർഗത്തിൽ ചെല്ലുമ്പം ഇവിടുത്തെ വലിയ കാര്യങ്ങളൊക്കെ പറയാം. അവിടെ ചെല്ലുമ്പം എല്ലാവരും വലിയ കിരീടങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ, എനിക്കൊന്നുമില്ലേ, ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഞാൻ ഇവിടുത്തെ അച്ചായനായിരുന്നെന്നോ, ഇവിടുത്തെ ഏറ്റവും വലിയതൊക്കെ എൻ്റെ ആയിരുന്നെന്നോ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവിടുത്തെ നിയമങ്ങൾ വേറെയാ. വർഷത്തിൽ ഒരിക്കലെങ്കിലും സഹോദരിമാരെ ഒരു 2 ദിവസത്തെ മിഷൻ ട്രിപ്പിന് പോയാൽ നിങ്ങളുടെ കളറൊന്നും മാറത്തില്ല. ഒരു സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ അയക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കുടുംബമുണ്ടോ? ഒരു 3 തവണത്തെ ഭക്ഷണത്തിൻ്റെ പൈസ പോരെ പ്രിയപ്പെട്ടവരെ? ഒരു സുവിശേഷൻ കിഷൻഗഞ്ച്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കിഷൻഗഞ്ച് ഒറ്റ സുവിശേഷകനെ അയക്കാൻ പറ്റിയിട്ടില്ല. 16 വർഷമായി. എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. ഒരു മലയാളി, 2000 വർഷത്തെ പാരമ്പര്യം, ഒരു മലയാളി. ചില പറയും എല്ലാവരും കളിപ്പീരുകാരനായിട്ടാണ് പ്രിയമുള്ളവരെ കോളേജിലെ ജോലിയും വേണ്ടെന്ന് വെച്ചിട്ട് ബീഹാറിൽ പോയി നാട്ടുകാരനെ തല്ലുകൊണ്ടത്. ഞാൻ അവസാനം ക്രൂസൈഡ് നടത്താൻ പോയിടത്ത് എൻ്റെ കൂട്ടുകാരൻ സജീവ്, കുറ്റപ്പുഴക്കാരൻ, IPC ടൗൺ ചർച്ചിലെ മെമ്പർ, അദ്ദേഹം ചോദിച്ചു കിടക്കാനൊക്കെ ഉണ്ടോ, സ്ഥലമാണോ ഉള്ളത്? അപ്പോൾ എന്നെ ആനയിച്ചുകൊണ്ട് പോയി. രാവിലെ പശുവിനെ കെട്ടിയിരുന്ന സ്ഥലത്ത്, ചാണകം ഉടക്കിയിരുന്ന സ്ഥലത്ത് ഒരു കട്ടിൽ, ഒരു പലക അതിൻ്റെ പുറത്ത് വിരിച്ചിട്ടുണ്ട്. ഞാൻ നേരെ കണ്ണുമടച്ച് കയറി കിടന്നു. കാരണം ഇദ്ദേഹം വന്ന് ചോദിക്കും, സജീവത ചോദിക്കും. ഞാൻ കണ്ണടച്ച്, അദ്ദേഹം ഞാൻ ഉറങ്ങിയെന്നും കണ്ട് കിടന്നപ്പം അവിടെ വന്ന്, ഈ ഇൻകോ സുലാനേക്കിലി ഓർ കോയി ജഗാനൈമില്ല, ഇയാളെ ഒന്ന് കിടത്താൻ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ഒരു സ്ഥലവും കിട്ടിയില്ലേ? അതിൽ സഹിക്കാം.
ആ ഗ്രാമത്തിൽ 2500 പേര് താമസിക്കുന്ന ഗ്രാമത്തിൽ ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. ആ ടോയ്ലറ്റ് ഇല്ലാത്ത ഗ്രാമത്തിൽ എൻ്റെ വയറ് കേടായെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യമൊന്നും പറയണ്ടല്ലോ. എൻ്റെ റിസർച്ച് ഇൻസിഡൻസ് ഓഫ് കോളിഫോം ഇൻഹിബിഷൻ ബൈ ബാക്ടീരിയോസിൻസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, ഇതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഡ്രിങ്കിങ് വാട്ടറിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചു വയറ് കേടായി കഴിഞ്ഞപ്പോൾ ഇതുവല്ലതും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? സഹോദരന്മാരെ, സഹോദരിമാരെ, പിള്ളേരെ ഈ കെൻഡക്കി KFC കഴിപ്പിച്ചും കാർട്ടൂൺ കാണിച്ചും അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാലുണ്ടല്ലോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പാപ്പരായിരിക്കും. ഓരോ മിഷനറിമാരെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്യുന്നില്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഓരോ മിഷനറിമാരെ കൂടെ നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തില്ലേ? കിഷൻഗഞ്ച് ഒരൊറ്റ സുവിശേഷകനില്ല, നവദ ഒരൊറ്റ സുവിശേഷകനില്ല, സുപ്പോള ഒരൊറ്റ സുവിശേഷകനില്ല. ഞാനിത് പറയുമ്പം കഴിഞ്ഞ 15 വർഷം ഞങ്ങളുടെ കൂടെ വേല ചെയ്ത, യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത, അത്യധ്വാനിയായിരുന്ന 42 വയസ്സുള്ള ഡെനി പനക്കൽ, ചാലക്കുടി IPC ചർച്ചിലെ അംഗം, ഇന്ന് രാവിലെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. സ്വന്തം ശരീരം നോക്കാതെ കർത്താവിന് വേണ്ടി ഓടി. താൻ ബീഹാറിൽ ചെല്ലുമ്പം, പൂർണിയായിൽ ചെല്ലുമ്പോൾ 2 കൂട്ടായ്മയുള്ളിടത്ത് താൻ ഓടി നടന്ന് അധ്വാനിച്ച് 200-ലധികം ഭവന സഭകളുണ്ടായി. 42 വയസ്സേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും. നമുക്കതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഞങ്ങൾ വിൻ്റർ ക്ലോത്ത് കൊടുക്കുമ്പം കഴിഞ്ഞ തവണ ചെന്നപ്പം 8 വയസ്സുള്ള ഇതുപോലൊരു മോള്, അവൾ ഓടി വരുന്നത് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള സമയത്ത്, 4 സ്വെറ്റർ ഇടേണ്ട സമയത്ത് അവൾക്കൊരു സ്വെറ്ററുമില്ല. അവൾ പുതച്ചിരിക്കുന്ന, റജായി പുതയ്ക്കേണ്ട സമയത്ത് അവൾ പുതച്ചിരിക്കുന്നത് ഒരു കൊതുക് വല. സഹോദരിമാരെ, നിങ്ങളുടെ വാർഡ്രോബ് ഇന്ന് രാത്രി നിങ്ങൾ പോയി നോക്കണേ. സഹോദരന്മാരെ, നിങ്ങളുടെ വാർഡ്രോബ് നോക്കണേ. എന്തിനു വേണ്ടിയാണ് നമ്മളിതെല്ലാം കൂട്ടിവെക്കുന്നേ? ഒരൊറ്റ ജീവിതം, അത് വേഗം കഴിഞ്ഞു പോകും. യേശുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 കാര്യങ്ങൾ. എല്ലാ ദിവസവും നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അവധി ദിവസങ്ങൾ, ചിലർക്കൊക്കെ ഇസ്രയേലിൽ പോകാൻ, ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ എല്ലാ വർഷവും അങ്ങ് പോയാലെന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞ, അച്ചായ, ഒരു തവണയും പോയില്ലേലും നിങ്ങൾ ബീഹാറിൽ വന്നാൽ കർത്താവിന് അതിലും സന്തോഷമായിരിക്കും. എവിടെ കാശ് കളയണമെന്ന് അറിയത്തില്ല. കർത്താവിൻ്റെ പേരിൽ ഫ്രാൻസ്, ഇറ്റലി, ഇവിടെയൊക്കെയാണ് മിഷൻ സന്ദർശനം. ഹിപ്പോക്രസി. നമ്മൾ വലിയ വില കൊടുക്കാൻ പോവാ കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2, മിഷൻ സന്ദർശനം നടത്തും. 2 ദിവസത്തേക്ക് ബീഹാറിലേക്ക് പോവാം. ഒന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ 16 വർഷം അവിടെ. എൻ്റെ ഭാര്യ പഠിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഒരു സുവിശേഷകൻ്റെ കുടുംബത്തെയെങ്കിലും സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തേക്ക് അയക്ക്. നിങ്ങളുടെ 3 മീൽസിൻ്റെ പോലും തുകയില്ല അതിന്. നമുക്ക് വേണ്ടിയല്ല ഇതൊന്നും പറയുന്നേ. ഭാരതം യേശുവിനെ അറിയട്ടെ. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.